ഹലോ, എല്ലാവർക്കും നിംസ് ആർട്ട് ഓഫ് കുസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ആക്കിയിടാനും മറക്കരുത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പോഞ്ച് കേക്ക് റെസിപ്പിയുമായാണ്. കേക്ക് ബേക്കിംഗ് ആക്സസറീസ് ഒന്നുമില്ലാതെ, അതായത് ഇലക്ട്രിക് ബീറ്റർ, വിസ്ക്, ഓവൻ ഒന്നും യൂസ് ചെയ്യാതെയാണ് ഈ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. ബേക്കിംഗ് എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ലാതെ ആർക്കും ഇങ്ങനെ എളുപ്പത്തിൽ ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കാദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. മൈദ, കോൺഫ്ലവർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ 2 പിഞ്ച് മതി, ഉപ്പ്, ഇത്രയും ഒന്ന് അരിച്ചെടുക്കാം. ബേക്കിങ്ങിൽ മെഷർമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പിൻ്റെ മെഷർമെൻറ്റ് 250 ഗ്രാം ആണ്. നിങ്ങൾക്ക് ഈ അളവിലുള്ള ഒരു കപ്പോ ഗ്ലാസ്സോ മെഷർമെൻറ്റിനായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതൊരു മരത്തവി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് മുട്ടയുടെ വെള്ളയും മഞ്ഞക്കുരുവും സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇനി മുട്ടയുടെ വെള്ള ബീറ്ററോ വിസ്കോ ഒന്നുമില്ലാതെ 2 ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ തന്നെ വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഇനി പഞ്ചസാര പൊടിച്ചതും 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്ത് ഒരു റിബൺ കൺസിസ്റ്റൻസി ആകുന്നതുവരെ അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് മുട്ടയുടെ മഞ്ഞ എടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ക്ലിയർ വാനില എക്സ്ട്രാക്റ്റ് ആണ്. വാനില എസൻസ് ചേർത്താലും മതിയാവും. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്നതോടൊപ്പം തന്നെ മിക്സ് ചെയ്തും കൊടുക്കാം. ഇനി ഒഴിക്കേണ്ടത് വെള്ളമാണ്. അതും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇത് അടിച്ചു വെച്ചിരിക്കുന്ന വെള്ളയിലേക്ക് പതുക്കെ ഒഴിച്ച് രണ്ടും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇനി ബാച്ചസ് ആയിട്ട് ചേർത്ത് കൊടുത്ത് മരത്തവി വെച്ചിട്ട് പതിയെ മിക്സ് ചെയ്തെടുക്കണം. ഇടയ്ക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലും ഓൾട്ടർനേറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായി മിക്സായ പിന്നെ ഓവർ മിക്സ് ചെയ്യാൻ പാടില്ല. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ പാൻ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ ബാറ്റർ ഇനി കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ടിന്നൊന്ന് 2-3 തവണ ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കാം. ഞാനിവിടെ ബേക്ക് ചെയ്യുന്നത് ഒരു അലുമിനിയം പാത്രത്തിലാണ്. അതിലൊരു ലെയർ ഉപ്പിട്ട് കൊടുത്ത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ കേക്ക് ടിൻ ഇതിനുള്ളിൽ ഒരു റാക്കിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം.
ഇനി ഇത് മൂടി വെച്ച് 50 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായോ എന്നറിയാനായിട്ട് ഇനി ഒരു സ്ക്യൂർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. സ്ക്യൂർ ക്ലീൻ ആണ്. സോ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായി ചൂടാറിയ ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇനി ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. കേക്ക് ബീറ്റർ യൂസ് ചെയ്തും അല്ലാതെയും ഉണ്ടാക്കിയതിൻ്റെ ഡിഫറൻസ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ബീറ്റർ യൂസ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഹൈറ്റ് കിട്ടും. അതല്ലാതെ ടെക്സ്ചറിലോ ടേസ്റ്റിലോ ഒന്നും ഒരു മാറ്റവും ഇല്ല. ഈ സെയിം മെഷർമെൻറ്റിൽ ഇതുപോലെ ബീറ്ററൊന്നും ഇല്ലാതെ കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്കിന് ഹൈറ്റ് വേണമെന്നുള്ളവർ 7 ഇഞ്ചിൻ്റെ പാൻ എടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.